അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ പറയാറുണ്ടോ എങ്കിൽ അതാലോചിക്കുക. ഞാൻ അള്ളാഹുവിന് വേണ്ടി രാവും പകലും എത്ര സുജൂദ് ചെയ്തു, ഞാൻ എത്ര നോമ്പെടുത്തു, ഞാൻ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചു, ഞാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു തെറ്റ് പോലും ചെയ്യണില്ല. എന്നിട്ട് എന്താണ് റബ്ബ് എനിക്ക് മാത്രം ഉത്തരം നൽകാത്തത്? എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണീര് അവിടുന്ന് കാണുന്നില്ലേ? എന്നിങ്ങനെയുള്ള ഒരുപാട് വ്യാകുലതകൾ നമുക്കുണ്ടായിരിക്കും. വല്ലപ്പോഴും മാത്രം നിസ്കരിക്കണം, നോമ്പെടുക്കണം, എപ്പോഴും തെറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കണ അഹങ്കരികളുടെ പ്രാർത്ഥന എത്ര പെട്ടെന്ന് അള്ളാഹു കേൾക്കണത്. അവരുടെ ആഗ്രഹങ്ങൾ അവർ വിചാരിച്ച സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്ത് സന്തോഷമാണ് അവർക്ക്. ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നവരുണ്ടാവും. ഒരുപാട് വിഭാഗം അടിമകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, അവൻ പ്രാർത്ഥിക്കട്ടെ, അവനിപ്പോൾ ഞാൻ ഉത്തരം നൽകില്ല. മലക്കുകൾ പറയാണ്, അള്ളാഹുവെ എന്തുകൊണ്ടാണ് ആ അടിമ താണു കേണു ചോദിച്ചിട്ടും അവിടുന്ന് ഉത്തരം നൽകാത്തതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, അവൻ്റെ ശബ്ദം എനിക്ക് വളരെ സന്തോഷം നൽകുന്നു, അവൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു കൊണ്ടേയിരിക്കട്ടെ. അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അനുസരിക്കാത്തൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന, അള്ളാഹു പറയുന്നു, അവൻ ചോദിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുക. മലക്കുകൾ, അള്ളാഹു നിൻ്റെ സത്യവിശ്വാസികൾ നിൻ്റെ അരികെ കരങ്ങൾ ഉയർത്തി ചോദിച്ചപ്പോൾ അവിടുന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്താണ്, നമ്മൾ ഒരുപാട് തവണ മലക്കുകൾ, പക്ഷേ ഇപ്പോൾ അവിടുന്ന് ഇഷ്ടമില്ലാത്ത മനുഷ്യൻ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവിടുന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് റബ്ബേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നിസ്കാരം അതുപോലെ ഒക്കെ മുറുകെ പിടിക്കുക. അള്ളാഹു പറയുന്നുണ്ട്, അവൻ്റെ ശബ്ദം എനിക്ക് അരോചകമാണ്, അവൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കൂ എന്ന് ഞാൻ തിടുക്കത്തിൽ പറഞ്ഞത്. അപ്പം അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ഖുർആൻ നമ്മുടെ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി ചെയ്താൽ നമ്മളെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഉണ്ടാവും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ സഹായം തേടുക ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും എന്നാണ് ഖുർആനിൽ പറയുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ആരും വിഷമിക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും നമ്മുടെ ക്ഷമ കൈക്കൊള്ളുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും.